ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഇന്ന് 527 എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യേശുവിൻ്റെ ഉയർപ്പും സഹനവും നാം ഏറ്റെടുത്തുവോ? യേശുവിൻ്റെ ഉയർപ്പും സഹനവും നാം ഏറ്റെടുത്തുവോ? യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്കുള്ള വിളി ക്രൂശിൻ്റെതാണ്. വരിക, ക്രൂശിക്കപ്പെടുക എന്ന ആഹ്വാനം ക്രൂശിൻ്റെ ആധ്യാത്മികത വിളംബരം ചെയ്യുന്നു. യേശുവിനെ അനുഗമിക്കുന്നവർ കുരിശിൻ്റെ വഴി തിരഞ്ഞെടുക്കണം. നിന്ദയും തിരസ്കാരവും മുൾക്കിരീടവും കുരിശിൻ്റെ വഴിയിൽ കാത്തിരിക്കുന്നു. ആത്മപരിത്യാഗത്തിന്റെ ശിഷ്യത്വം ശക്തിപ്പെടുമ്പോൾ കാൽവറിയിലേക്കുള്ള യാത്ര ആരംഭിക്കും. നോമ്പിന്റെ ആത്മീയത കാൽവറിയിലേക്കുള്ളതാണ്. അത് ഹൃദയശൂന്യതയെ ക്രൂശിക്കുവാനുള്ളതാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. കാലിത്തൊഴുത്തിൽ യേശുവിൻ്റെ പിറവി മുതൽ കാൽവറി വരെയും കുരിശിന്റെ നിഴലിലൂടെയുള്ള യാത്ര വെളിപ്പെടുന്നു. യോർദാൻ നദിക്കരയിലും മരുഭൂമിയിലെ പ്രലോഭനങ്ങളിലും യെരുശലേം ദേവാലയ ശുദ്ധീകരണത്തിലും കുരിശിന്റെ സന്ദേശം വിളിച്ചറിയിക്കുന്നു. ഗിരിപ്രഭാഷണത്തിന്റെ അന്തസത്ത കുരിശിന്റെ ജീവിതമാണ്. കുരിശിന്റെ യഥാർത്ഥ പ്രത്യേകത, അതിൻ്റെ സഹനം എന്താണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലെ പ്രസംഗം സ്വയം ശൂന്യമാക്കുന്ന ആധ്യാത്മികതയുടേതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരസ്യ ശുശ്രൂഷയിൽ 3 പ്രാവശ്യം യേശു പീഡാനുഭവത്തെയും ക്രൂശുമരണത്തെയും സൂചിപ്പിക്കുന്നു. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 16-ാം അധ്യായം 21-ാം അധ്യായത്തിലും 17-22 മുതൽ 23 വരെയുള്ള വാക്യത്തിലും 20-ാം അധ്യായം 18-19 എന്ന വാക്യത്തിലും ഇതിനെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. യേശുവിനെ പിൻപറ്റിയുള്ളവർ ക്രൂശ് മരണത്തെ സ്വീകരിക്കുവാൻ വിമുഖത പ്രകടിപ്പിക്കുമ്പോൾ ശിഷ്യത്വം കുരിശ് ഏറ്റെടുക്കുന്നതിൻ്റെതാകണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. ലൂക്കോസ് എവൻഗേലിയോസ് സുവിശേഷം 9-ാം അധ്യായം 22-24. ശിഷ്യത്വത്തിൽ സഹനവും പ്രത്യാശയും മഹത്വീകരണവും രൂഢമൂലമാണ്. പീഡാനുഭവത്തിലും ക്രൂശ് മരണത്തിലും ഒരുങ്ങിയ യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നത് ത്യാഗത്തിൻ്റെയും വിനയത്തിൻ്റെയും മാതൃകയാണ്. ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി സ്നേഹത്തിൻ്റെ പുതിയ സുവിശേഷം പകരുകയാണ് അവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്നറിയപ്പെടുമെന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 13-ാം അധ്യായം 35-ൽ പറയുന്നുണ്ട്. പുതിയ കൽപ്പനകളുടെ അർത്ഥം അതുതന്നെയാണ്. കാലുകളെ കഴുകിയ ശിഷ്യന്മാരുടെ പരിസര സമാപ്തിയിലാണ് കുരിശും കിരീടവും. ഇത് ലോകപ്രകാരം ഭോഷത്വവും ബലഹീനവും കുലഹീനവും നിഷ്കൃഷ്ടവുമാണ് എന്ന് 1 കൊരിന്ത്യർ 1:27-28 പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. കഴുതപ്പുറത്തുള്ള ഓശാനയും മാളികയിലെ അപ്പവീഞ്ഞുകളുടെ ശുദ്ധീകരണവും കാൽകഴുകൽ ദൃഷ്ടാന്തവും കാൽവറിയിലേക്കുള്ള കുരിശിന്റെ വഴിയും കുരിശുമരണത്തിന്റെ യാഗാർപ്പണവും പകരുന്നത് പരിത്യാഗവും ആത്മബലിയുമാണ്. ഇത് ജീവന്റെയും പ്രകാശത്തിന്റെയുമാണ്. യേശുവിന്റെ കാൽവറി യാത്രയും ക്രൂശുമരണവും സഹനത്തിൻ്റെതാണ്. യേശുവിനെ പരിഹസിച്ചിട്ടും ആക്രമിച്ചിട്ടും പ്രതിരോധിച്ചിട്ടില്ല. മൗനമായി വേദനകളുടെ ഉൾമനയിലൂടെ യാത്ര ചെയ്തു. ക്രൂശിച്ചുമെന്നു മുൾക്കിരീടം ഏറ്റെടുത്തു. സ്നേഹത്തിലൂടെ നിന്നയും വേദനയും കീഴടക്കി. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അഹിംസയുടെയും മാതൃക പകർന്നു. കാൽവറി യാത്ര ക്രൂശിൻ്റെതാണ്, ത്യാഗത്തിൻ്റെതാണ്. ക്രൂശ് മരണം പാപത്തിന്റെ വിമോചനം വിളംബരം ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശിഷ്യത്വത്തിന്റെ അടയാളം കുരിശാണ്. അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവർ ക്രൂശ് വഹിക്കണമെന്നാണ് നിർബന്ധമുള്ളത്. കുരിശും ഉൾക്കിരീടവും വഹിച്ചുള്ള യേശുവിൻ്റെ യാത്ര കാൽവറിയിൽ അവസാനിക്കുന്നത് ആത്മബലിയിലാണ്. പാപപരിഹാരത്തിന്റെ നിർമ്മല ബലിയിൽ കുരിശിന്റെ വഴിയിലെ
വേദനയും അപമാനവും സ്നേഹത്തിൽ നിറഞ്ഞപ്പോൾ യാത്ര മധുരവും ലഘുവുമായി തീർന്നു. കാൽവറിയിലെ മുറിവുകളിൽ ഉയരുന്നത് സമർപ്പണത്തിന്റെ സുഗന്ധമാണ്. കുരിശിൽ നിറയുന്നത് സഹനം, അപമാനം, തിരസ്കരണം എന്നിവയാണ്. രക്ഷയ്ക്കുള്ള വഴിയാണ് കുരിശിന്റെ വെളിപ്പെടുത്തലാണ്. ഇത് തീവ്രമായ സഹനവും തിരസ്കരണവുമാണ്. കാൽവറിയിലെ കുരിശിന്റെ വഴികൾ യേശു വിളിക്കുന്നത് ക്രൂശിക്കപ്പെടുവാനായിട്ടാണ്. സ്വയം ത്യജിച്ച് കുരിശും വഹിച്ചുള്ള അനുഗമിക്കലിൽ വെളിപ്പെടുന്നതാണ് പീഡാനുഭവത്തിന്റെയും തിരസ്കരണത്തിന്റെയും അനുഭവം. കുരിശും സഹനവും തിരസ്കരണവും വിശ്വാസികൾ നിഷേധിക്കുമ്പോൾ യേശുവിന്റെ പീഡാനുഭവ കൂട്ടായ്മയിൽ നിന്നും അകലുന്നു. യേശുവിന്റെ സഹനവും ഉയർപ്പും ആഘോഷിക്കുവാനുള്ളതല്ല, അനുഭവിച്ചറിയുവാനുള്ളതാണ്. കണ്ണീരിലൂടെയുള്ള ആത്മതപനം ലക്ഷ്യമാക്കേണ്ടത് ക്രിസ്തു ശിഷ്യത്വത്തിലേക്കുള്ള ആത്മീയ വളർച്ചയും വിശുദ്ധീകരണവുമാണ്. ജീവന്റെ പുസ്തകത്തിൽ നിന്നും നോമ്പിന്റെ ആത്മാവിനെ ഹൃദയത്തിലേക്ക് പകർത്തി എഴുതുമ്പോൾ ക്രിസ്തുവിനെയും ക്രൂശിനെയും ജീവിതത്തിൽ സാക്ഷിക്കുവാൻ കഴിയും. ക്രിസ്തു ഇല്ലാത്ത ക്രൂശും കുരിശില്ലാത്ത ക്രിസ്തീയതയും ക്രിസ്തു ശിഷ്യത്വത്തിന്റെ വിളിയെ തിരസ്കരിക്കുന്നു. യേശുവിന്റെ ക്രൂശ് വഹിച്ച് ശിഷ്യത്വത്തിലേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുവാൻ കഴിയുന്നതാകണം വ്രതശുദ്ധിയുടെ അനുഭവം. യേശുവിന്റെ വിളിയും തിരഞ്ഞെടുപ്പും അർത്ഥപൂർണമാകുന്നത് ക്രൂശിക്കപ്പെടുവാനുള്ള മനസ്സുമായി ശിഷ്യത്വം സ്വീകരിക്കുമ്പോഴാണ്. സ്വയത്തെ ത്യജിക്കുമ്പോൾ ശിഷ്യത്വത്തിന്റെ വിശുദ്ധിയും മഹത്വത്തിന്റെ കിരീടവും പ്രാപിക്കുവാൻ കഴിയും. അവൻ വളരണം, ഞാനോ കുറയണം, യോഹന്നാൻ 3:30 പറയുന്നുണ്ട് എന്ന സമവാക്യം ശിഷ്യത്വത്തിൽ ശക്തിപ്പെടുമ്പോൾ ഭൗതിക ആസക്തികളെ അതിജീവിച്ച് കുരിശിന്റെ നിറവിൽ ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് വളരുവാൻ കഴിയും. ഉയർപ്പ് ജീവന്റെയും ശാന്തിയുടെയുമാണ്. ക്രിസ്തുവിൽ ലഭ്യമാകുന്നത് സ്വാതന്ത്ര്യത്തിനായുള്ള പ്രത്യാശയാണ്. ഇത് ജീവിതത്തിലേക്കുള്ള സ്വാതന്ത്ര്യമാണ്. ഭൗതിക ആസക്തികളിൽ നിന്നും വിമുക്തമാകുമ്പോൾ ഉയർപ്പിന്റെ മഹത്വം പൂർണ്ണമാകും. യേശുവിനെയും ക്രൂശിനെയും ഹൃദയത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ് ഉയർപ്പിന്റെ പ്രത്യാശ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം ഓരോരുത്തരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവന്റെ ഉയർപ്പും സഹനവും കൃത്യമായി നാം മനസ്സിലാക്കുന്നുവെങ്കിൽ നാം അവനോട് പറ്റിച്ചേരുകയും ഈ ലോക ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ ഇടയാകുന്നതായ കഷ്ടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അവൻ മാറ്റിത്തരികയും ചെയ്യും എന്നതിന് യാതൊരു സംശയവുമില്ല. അതിനായി നാം ചെയ്യേണ്ടത് അവനോട് പറ്റിച്ചേർന്ന് നിൽക്കുകയും അവന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കുകയും അവന്റെ പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ദൈവീകത്വവും നാം മനസ്സിലാക്കി അവൻ കാണിച്ചതായ ആ വഴിയിലൂടെ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. അവൻ പറഞ്ഞതായ ഒരു വലിയ കാര്യമുണ്ട്, ഞാൻ ചെയ്യുന്നതൊക്കെയും നിങ്ങൾ ചെയ്യണമെന്ന്. ഞാൻ ചെയ്യുന്നതൊക്കെയും നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ പിതാവ് നിങ്ങളെ സ്വീകരിക്കും എന്നാണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിനായി നമുക്ക് ശ്രമിക്കാം. ബാക്കിയുള്ള ജീവിതം അതിനായി മാറ്റിവെക്കാം. ഈ ലോക ജീവിതത്തിൽ നാം അങ്ങനെ മാറ്റിവെക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാതിരിക്കുകയില്ല. അതിനായി നമുക്ക് ഇടപെടാതെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.